ഫൈനലി എ ബ്രോക്കൺ ലോൺലി ഡിപ്രസ്ഡ് സ്പൈഡർമാൻ. ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡാർക്കായ സ്പൈഡി മൂവി എന്ന് തോന്നിക്കുന്ന ട്രെയിലർ. പണിഷറും ബ്രൂസ് ബാനറും സ്കോർപ്പിയനും എല്ലാം എത്തുന്ന ഗ്രാൻഡ് സ്റ്റാർ കാസ്റ്റ്. DNA മ്യൂട്ടേഷനും ഓർഗാനിക് വെബ് ഷൂട്ടേഴ്സും എല്ലാം ഡിസ്കഷൻ ആകുന്ന പ്ലോട്ട്. ജാക്കി ചാൻ സ്റ്റൺ ടീമിൻ്റെ മാർഷൽ ആർട്ട് സ്റ്റൈൽ ആക്ഷൻ. മാർവലിൻ്റെ വക ഫാൻസിനുള്ള ഒരു പക്കാ ട്രീറ്റ്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിന് പിന്നാലെ ഡീകോഡിങ്ങും പുതിയ തിയറികളുമെല്ലാം ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ ട്രാക്കിൽ തുടങ്ങി അവസാനം പീക്ക് സ്പൈഡി മൊമെന്റിലേക്ക് എത്തിയ ട്രെയിലർ ആകട്ടെ പല ചോദ്യങ്ങളും ബാക്കി വെച്ചാണ് അവസാനിക്കുന്നത്. നോവേ ഹോമിലെ ഇൻസിഡൻസിന് 4 വർഷത്തിന് ശേഷം നടക്കുന്ന കഥയാണ് ബ്രാൻഡ് ന്യൂ ഡേയിലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ട്രെയിലർ തുടങ്ങുന്നതാകട്ടെ നെഡും MJയും MITയിലെ ആദ്യ ദിവസത്തിന്റെ എക്സൈറ്റ്മെന്റ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ പീറ്റർ കാണുന്നതായാണ്. ഇത് സിനിമയുടെ ടൈം ലൈനിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസിന് കാരണമാവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പീറ്ററിന്റെ പേഴ്സണൽ ലൈഫിലും സ്പൈഡർമാന്റെ ഹീറോയിക് ലൈഫിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് ഫോക്കസ്. തന്നെ ഓർമ്മയില്ലാത്ത കാമുകയെയും ബെസ്റ്റ് ഫ്രണ്ടിനെയും നിരന്തരം വീക്ഷിക്കുന്ന നിരാശനായ പീറ്റർ. സങ്കടം പറയാനോ ചേർത്ത് നിർത്താനോ ഒരാളില്ലാതെ ഡിപ്രഷൻ അടിച്ച് ഹേർട്ട് ബ്രോക്കൺ ആയ അയാൾ അതേസമയം സ്പൈഡർമാനായ വില്ലന്മാരെ തോൽപ്പിക്കുകയാണ്. പീറ്റർ എന്ന ഐഡന്റിറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പുറമെയാണ് സ്പൈഡർമാൻ വേഷത്തിലും പ്രശ്നങ്ങൾ തേടിയെത്തുന്നത്. അയാളുടെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ എന്ന ചോദ്യത്തിന് പിന്നാലെ പീറ്റർ എഴുന്നേൽക്കുന്നത് ഒരു ബിൽഡിങ്ങിന് പുറത്തുള്ള വെബ് കൊക്കൂണിനകത്താണ്. വെബ് ഷൂട്ടേഴ്സ് വെച്ചല്ല, നാച്ചുറലി ഫോം ആയ കൊക്കൂൺ. അവിടെ നിന്നും അയാൾ താഴേക്ക് വീഴുന്നു. കയ്യിലാണെങ്കിൽ വെബ് ഷൂട്ടർ ഇല്ല, പക്ഷേ വലയിട്ട് പീറ്റർ പിടിച്ചു നിൽക്കുന്നു. ടോബി മഗ്വയറിന് ശേഷം ഓർഗാനിക്കലി വെബ് ഷൂട്ട് ചെയ്യുന്ന സ്പൈഡർമാനായി ഇവോൾവ് ചെയ്യുന്ന ടോം ഹോളണ്ട് സ്പൈഡി. ഈ ജനറ്റിക് മ്യൂട്ടേഷനാണ് സിനിമയുടെ കോർ. സ്പൈഡറുകൾക്ക് 3 ലൈഫ് സൈക്കിളുകളാണുള്ളത്. ആ സൈക്കിളുകൾക്കിടയിൽ അവർ വൾണറബിൾ ആയിരിക്കും. പക്ഷേ അതിനെ അതിജീവിക്കുന്നവർക്ക് അതൊരു തരം റീബർത്ത് ആയിരിക്കും. യെസ്, ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണുക സ്പൈഡർമാൻ്റെ റീബർത്ത് തന്നെ. DNA മ്യൂട്ടേഷനെ കുറിച്ച് പീറ്റർ സംസാരിക്കാൻ ചെല്ലുന്നത് സാക്ഷാൽ ബ്രൂസ് ബാനറിൻ്റെ അടുത്തേക്കാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി മാർവൽ ഷോകളിലും സിനിമകളിലും ഹൾക്കായി അപ്പിയർ ചെയ്ത മാർക്ക് റഫല്ലോ ഇത്തവണ എത്തുന്നത് ബാനറായാണ്. മ്യൂട്ടേഷൻ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അയാൾ പീറ്ററിനെ ബോധ്യപ്പെടുത്തുന്നു. സ്പൈഡർമാൻ ആരാണെന്ന് ലോകത്തെല്ലാവരും മറന്നതാണ്, അവഞ്ചേഴ്സ് അടക്കം. പക്ഷേ പല തിയറികൾ പറഞ്ഞ് ബാനറിനെ അക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഫാൻസിനെ കാണാം. അങ്ങനെയെങ്കിൽ പീറ്ററിനെ അറിയുന്ന ഒരേ ഒരാളായി മാറുമോ ബാനർ എന്ന് കാത്തിരുന്ന് കാണാം. പണിഷർ സ്പൈഡർമാൻ കോംബോയാണ് മറ്റൊരു കൗതുകം. മാർവൽ കോമിക്സിൽ സ്പൈഡർമാൻ്റെ വില്ലനായാണ് ആദ്യമായി പണിഷർ എത്തുന്നത്. എന്നാൽ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് എത്തുമ്പോൾ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കാണാം. കോമിക്കുകളിൽ നിന്നുള്ള മേജർ ഷിഫ്റ്റ് ഇവരുടെ ക്യാരക്ടറുകൾക്ക് സംഭവിക്കുന്നുണ്ട്. മ്യൂട്ടേഷനിലൂടെ കടന്നു പോകുന്ന പീറ്റർ മോർ അനിമലിസ്റ്റിക് ആകുമ്പോൾ സ്പൈഡിയെ കൺട്രോൾ ചെയ്യുന്ന പ്രൊട്ടക്ടർ ആകുന്ന പണിഷറെ സിനിമയിൽ കാണാനായേക്കും. സേഡി സിംഗിന്റെ ക്യാരക്ടറിനെ വളരെ സൂക്ഷ്മതയോടെ ഒളിപ്പിച്ചിരിക്കുകയാണ് സോണിയും മാർവലും. നേരത്തെ നോവേ ഹോം സമയത്ത് ടോബിയുടെയും ആൻഡ്രോവിൻ്റെയും വരവ് ലീക്കായതുപോലെ ആകരുതെന്ന കരുതൽ. പക്ഷേ ട്രെയിലറിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ നിന്നും സേഡി ജീൻ ഗ്രേ ആകുമെന്നാണ് കോമൺ തിയറി. പവറിന് ലിമിറ്റില്ലാത്ത മൈൻഡ് റീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ആകുന്ന ക്യാരക്ടർ. ട്രെയിലറിൽ പലയിടത്തായി മൈൻഡ് കൺട്രോളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഇതും ഈ തിയറിയുടെ ആക്കം കൂട്ടുന്നു. കോമിക് ബുക്കിലെ 3 പ്രധാന സൂപ്പർ വില്ലൻസ് ആണ് സിനിമയിലെത്തുന്നത്: സ്കോർപ്പിയൻ, ടരാന്റുല, ബൂമറാങ്. യഥാർത്ഥ വില്ലൻ ആരാണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ക്ലൈമാക്സിലെ നിഞ്ചകളുടെ ദ ഹാൻഡിന്റെ പ്രസൻസ് ഇൻട്രസ്റ്റിംഗ് ആണ്. റീബർത്ത് എന്ന് പറയുന്നിടത്ത് അവരോടൊപ്പമുള്ള ഫൈറ്റ് പ്ലേസ് ചെയ്യുന്നു. ഇത് ഡെയർഡെവിളിന്റെ വരവിനുള്ള സൂചനയും നൽകുന്നുണ്ട്. ഇത്രയും വലിയ കാസ്റ്റിലൂടെ പെർഫെക്റ്റ് കോമിക് ബുക്ക് ആക്യുറേറ്റ് പടമാവുകയാണ് ബ്രാൻഡ് ന്യൂ ഡേ. എല്ലാം കൊണ്ടും ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ ഗ്യാരണ്ടി ചെയ്യുന്ന ട്രെയിലർ. മൾട്ടിവേഴ്സ് കൺസെപ്റ്റ് ബിഗ്ഗറായ സിറ്റുവേഷനിലെത്തുന്ന സിനിമ. ഡൂംസ്ഡേക്ക് മുന്നേ എത്തുന്ന അവസാന മാർവൽ പടം. ട്രെയിലർ നൽകുന്ന കട്ട വെയിറ്റിംഗ് ഫീലിംഗ്. ടോബിക്കും ആൻഡ്രോവിനും ലഭിക്കാതെ പോയ 4th സ്റ്റാൻഡലോൺ പടവുമായി എത്തുന്ന ടോം ഹോളണ്ട്. ഹിറ്റടിക്കാതെ പോകില്ലെന്ന് ഉറപ്പ് തരികയാണ് ട്രെയിലർ. ഫാന്റാസ്റ്റിക് ഫോറും തണ്ടർ ബോൾട്സും തന്ന ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ മാർവലിന് സ്പൈഡർമാൻ നൽകുക മറ്റൊരു ബില്യൺ ക്ലബ്ബാണ്. ട്രെയിലർ ഒളിച്ചുവെക്കുന്ന ക്യാമിയോകൾക്കും പ്ലോട്ടുകൾക്കുമായി കാത്തിരിക്കാം ജൂലൈ 31 വരെ.